ഇത്രയും സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ വൈദികനെ ഇപ്പോഴും ഇവരെന്തേ പിടിച്ചങ്ങോട്ട് കൊടുക്കാതെ, എന്നിട്ട് ആരുടെ പൈസ ഇതിന് മുടക്കുന്നത്? വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ടാണ് ഈ സംരക്ഷണം നടക്കുന്നത്. നമുക്കിതൊന്നും വലിയ ഒളിച്ചു പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ആ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുന്നവരെ ഇങ്ങനെ കൊടുംപാതകം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്താണ്? ക്രിസ്തു എന്ന ആ വിപ്ലവ പുരുഷൻ പറയുന്ന ആ ഒരു ചിന്തയിലാണ് ക്രിസ്ത്യാനി ജീവിക്കേണ്ടതെങ്കിൽ ചാട്ടവാർ നമ്മളെല്ലാവരും എടുക്കണം. ഏതാ? ക്രിസ്ത്യാനികൾ എടുക്കണം. കോട്ടയത്ത് ഷൈനി എന്ന വീട്ടമ്മ 2 പെൺമക്കളുമായി ആത്മഹത്യ ചെയ്യാൻ കാരണമായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ കുറ്റക്കാർ ആയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ജ്ഞാനായ കത്തോലിക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഷൈനിയുടെ 2 പെൺമക്കളുടെയും അനുശോചന യോഗത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇടവക അംഗങ്ങൾ ചിലർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിന് സെക്രട്ടറിയായ എബ്രാഹാം പുതിയടത്തുശ്ശേരിൽ ഇതേപ്പറ്റി നമ്മോട് സംസാരിക്കും. അതായത് ഈ ഷൈനിയെ മരണത്തിലേക്ക് നയിച്ചതിന് കാരണക്കാരായ ആളുകളുണ്ട്. അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നൊരു ആവശ്യമാണോ മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് കുറ്റവാളികൾ ആരായിരുന്നാലും അവിടെ പറയും, അതിൽ കുറ്റവാളികളുടെ 1-ാം പ്രതി 2-ാം പ്രതി കാഠിന്യം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ വൈദികന് ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ ഉണ്ട്, അതിനൊരു മോറൽ ഓബ്ലിഗേഷൻ ഉണ്ട്. ആ മോറൽ ഓബ്ലിഗേഷൻ ഇവനിൽ നിന്നും എന്തേ നഷ്ടപ്പെട്ടു പോയേ? ഇനി ആ വൈദികനെ സംരക്ഷിക്കുന്ന രൂപതയ്ക്ക് ഒരു മോറൽ ഓബ്ലിഗേഷൻ ഉണ്ട്. ഇത്രയും സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ വൈദികനെ ഇപ്പോഴും ഇവരെന്തേ പിടിച്ചങ്ങോട്ട് കൊടുക്കാതെ? കുറ്റവാളികളെ ഇവർ സംരക്ഷിക്കുന്ന ഒരു രീതി കാണുന്നത്. എന്നിട്ട് ആരുടെ പൈസ ഇതിന് മുടക്കുന്നത്? വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ടാണ് ഈ സംരക്ഷണം നടക്കുന്നത്. നമുക്കിതൊന്നും വലിയ ഒളിച്ചു പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ചെല്ലുന്ന പോലീസുകാർക്ക് കാശ് കൊടുക്കണം, വക്കീലിന് കാശ് കൊടുക്കാതെ അവർ വാദിക്കുമോ? കോടികളാണ് മുടക്കുന്ന, കോടികൾ. ഈ കോടികൾ മുടക്കി ആർക്കിട്ടാ പണിയുന്നേ? സ്വന്തം ജനതയ്ക്കിട്ട് ഇവിടെ പണിയും. കുറ്റവാളികളെ ഒതുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ മീഡിയക്കാരല്ലേ, നിങ്ങൾക്ക് എന്തെല്ലാം കഥകളുടെ പിന്നാമ്പുറങ്ങൾ അറിയാം. പക്ഷേ വിശ്വാസികളുടെയാണ് കാശ് പോകുന്നത്. വിശ്വാസികളുടെ ആ അന്തസ്സിനെയാണ് ഇവർ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്നത്. നിലവിൽ ഈ ഷൈനിയുടെ ഭർത്താവ് നോബിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്നത്. അത്തരം കേസ് കൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ തൃപ്തരാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് ഞാൻ പറയും. ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ മിനിഞ്ഞാന്ന് നടന്നതല്ലേ? ഇവർ ഈ നോബി കൊടുത്തിരുന്ന കേസുകളിൽ അന്വേഷണം നടത്താത്ത അധികാരികൾക്കെതിരെ എന്തോ കേസൊന്നും വേണ്ടേ? നിയമപാലകർ നിയമം ലംഘിച്ച കേസില്ലേ? വേണ്ടേ? പഞ്ചായത്ത് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ? സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട്, മോറൽ ഓബ്ലിഗേഷൻ ഉണ്ട്. ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവരും കുറ്റക്കാരല്ലേ? അല്ലാതെ നോബി മാത്രമല്ലെന്നേ. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്രതികളുടെ കാഠിന്യം മാത്രം വേണം തിരഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷേ എല്ലാ പ്രതികൾക്കും അതിൻ്റേതായ റോളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥകൾ കേൾക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്ന, കാരണം വർഷങ്ങളായിട്ട് ഈ പെണ്ണ് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് 2 സൈഡിൽ നിന്നും. ജോലി പോലും നൽകാതെ തടസ്സപ്പെടുത്തുക സഭയുടെ ഭാഗത്തുനിന്നൊരു വലിയ വീഴ്ചയാണ് പറ്റി. സംശയം തന്നെയായിരിക്കുന്നത്. ഇവർക്കിതൊന്നും അറിയാൻ പറഞ്ഞിട്ടാണോ? ഇവരിതെല്ലാം അറിഞ്ഞു തന്നെയല്ല. നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ, ഒരു വൈദികനുള്ള വീട്. അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ ഏതാണ്ട് എക്സ്ട്രാ പ്രതീക്ഷിക്കുകയാണ്. സാധാരണക്കാർ പാപികളാണ്, അവർ ബലഹീനരാണ്, അവർക്ക് കുമ്പസാരിക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്ന ഒരു പാപികളായിട്ടാണ്. ഇവർ പാപം ചെയ്യലാത്തവരുണ്ടല്ലോ, ഇവർ കുമ്പസാരിപ്പിക്കാനിരിക്കുന്നത്. ആ കുമ്പസാരിപ്പിക്കാനിരിക്കുന്നവരെ ഇങ്ങനെ കൊടുംപാതകം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്താണ്? സത്യം പറഞ്ഞില്ലേ, മഹാപുരോഹിതന്മാർക്കെതിരെ ചാട്ടവാർ എടുത്ത ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ എങ്കിൽ ഈ ക്രിസ്ത്യാനികളായ സാധാരണ മനുഷ്യർ ചാട്ടവാർ എടുക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അതിനുവേണ്ടി നിയമവും കോടതിയും ഒന്നുമല്ല ഇനി നോക്കേണ്ടത്. ഇനി ഈ ചാട്ടവാർ നമ്മൾ തന്നെ എടുക്കണം. ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തു എന്ന ആ വിപ്ലവ പുരുഷൻ പറയുന്ന ആ ഒരു ചിന്തയിലാണ് ക്രിസ്ത്യാനി ജീവിക്കേണ്ടതെങ്കിൽ ചാട്ടവാർ നമ്മളെല്ലാവരും എടുക്കണം. ഏതാ? ക്രിസ്ത്യാനികൾ എടുക്കണം. അല്ല പിന്നെ നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ശക്തമാകും. ഇത് എല്ലാ ഇടവകകളിലും ഇതിന് യൂണിറ്റ് ഉണ്ടാകും. ഇതിനൊക്കെ തീരുമാനം ഉണ്ടാകാതെ ഈ രൂപതാ നേതൃത്വത്തിന് പിടിച്ചു നീക്കാൻ പറ്റില്ല. നിർത്തിയില്ല ഞങ്ങൾ, യാതൊരു സംശയമില്ല. ഞങ്ങൾ ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഇത് ഒരുപാടായി, പല ഇൻസിഡൻറ്റുകളായി. ഇത് നാണക്കേടിൻ്റെ അങ്ങേ അറ്റത്തോട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്നേ? അത് നടക്കില്ല. ആ പരിപാടി നടക്കില്ല. ഉറച്ച തീരുമാനം.
ക്നാനായ കത്തോലിക്ക സഭയ്ക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു വൈദികൻ ഉൾപ്പെടെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടു എന്നുള്ള ഒരു ആരോപണങ്ങൾ ഉയർന്നിട്ടും കൃത്യമായ നിർവചനം നൽകുന്നതിന് വേണ്ടി, മറുപടി നൽകുന്നതിന് വേണ്ടി സഭാ നേതൃത്വം തയ്യാറായിട്ടില്ല. ഷൈനിയെ ഈ മക്കളുമായി ആത്മഹത്യ ചെയ്യുന്നതിന് അതിലേക്ക് നയിച്ചത് ഈ സഭാ നേതൃത്വത്തിന്റെ വീഴ്ച തന്നെയാണെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇനിയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ക്നാനായ കത്തോലിക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ. ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.